നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 9 ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതും വിപ്ലവകരവുമായ ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ബിരുദ പ്രവേശനത്തിന് +2 നിർബന്ധമല്ലെന്നും പോളിടെക്നിക് ഡിപ്ലോമയും ITIയും പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകൾക്കും കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് നേരിട്ട് പ്രവേശനം നേടാമെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പ്രത്യേക സമിതി സമർപ്പിച്ച ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ പരിഷ്കാരം 2027-28 അധ്യയന വർഷം മുതലാണ് നിലവിൽ വരുന്നത്. ഇതിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 10ാം ക്ലാസ്സിന് ശേഷം ITI പാസ്സായ വിദ്യാർത്ഥികൾക്ക് 1ാം വർഷ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. അതേസമയം 10ാം ക്ലാസ്സിന് ശേഷം 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമയോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിന് ശേഷം 2 വർഷത്തെ ഡിപ്ലോമയോ പൂർത്തിയാക്കിയവർക്ക് ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് ബിരുദ കോഴ്സിലേക്ക് 2ാം വർഷത്തിലേക്ക്, അതായത് 3ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് തടസ്സങ്ങളില്ലാതെ ഉയർന്ന പഠന സാധ്യതകളും മികച്ച അക്കാദമിക് പുരോഗതിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ എടുത്ത ഈ തീരുമാനം എത്രയും വേഗം നടപ്പിലാക്കാൻ എല്ലാ സർവകലാശാലകൾക്കും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്കും സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ബാങ്ക് അക്കൗണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, UPI ആപ്പുകൾ എന്നിവ ഉപയോഗിക്കുന്നവരും വിവിധ ബാങ്ക് വായ്പകൾ എടുത്തിട്ടുള്ളവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന അറിയിപ്പുകളാണ്. RBIയുടെയും വിവിധ സർക്കാർ ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള അറിയിപ്പുകളാണിവ. ഓഗസ്റ്റ് മാസത്തിലെ RBI പണനയ പ്രഖ്യാപനത്തിൽ പലിശ നിരക്കിൽ അഥവാ റിപ്പോ നിരക്കിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വിലക്കയറ്റവും കണക്കിലെടുത്താണ് ഈ തീരുമാനം. ഇതുമൂലം ഭവന വായ്പ ഉൾപ്പെടെയുള്ള വായ്പകളുടെ പലിശ നിരക്കുകൾ പെട്ടെന്ന് വർദ്ധിക്കില്ല എന്നത് നിലവിൽ ലോൺ എടുത്തവർക്കും പുതുതായി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ ആശ്വാസമാണ്. വായ്പാ തിരിച്ചടവുകൾ മുടങ്ങുമ്പോൾ റിക്കവറി ഏജന്റുമാരിൽ നിന്നും ഉപഭോക്താക്കൾ നേരിടുന്ന അനാവശ്യ ഭീഷണികൾക്കും ശല്യപ്പെടുത്തലുകൾക്കും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ചട്ടങ്ങൾ പ്രകാരം റിക്കവറി ഏജന്റുമാർക്ക് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമേ ഇടപാടുകാരെ വിളിക്കാനോ നേരിട്ട് സന്ദർശിക്കാനോ അനുവാദമുള്ളൂ. രാത്രികാലങ്ങളിലെ ഫോൺ വിളികൾ, ഭീഷണിപ്പെടുത്തലുകൾ, മോശം ഭാഷാപ്രയോഗം എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിന് മുൻപ് ഉപഭോക്താവിന് അറിയിപ്പ് നൽകണമെന്നും ഏജന്റുമാരുടെ ഫോൺ കോൾ റെക്കോർഡുകൾ സ്ഥാപനങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കണമെന്നും RBI നിർദ്ദേശിക്കുന്നു. ഒക്ടോബർ 1 മുതൽ നിലവിൽ വരുന്ന മറ്റൊരു പ്രധാന മാറ്റം ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകളിലെ സുതാര്യതയാണ്. ഇതനുസരിച്ച് ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ നിക്ഷേപം ആരംഭിച്ചാലും ഒരേ ദിവസം ഒരു തുകയ്ക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് തുല്യമായിരിക്കണം. ശാഖകൾ മാറുന്നതിനോ വൻകിട ഇടപാടുകാർക്കോ അനുസരിച്ച് പലിശ നിരക്കിൽ വിവേചനം കാണിക്കാൻ ബാങ്കുകൾക്ക് സാധിക്കില്ല. വാണിജ്യ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈ പുതിയ നിയമം ബാധകമായിരിക്കും. ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി 2000 രൂപയിൽ കൂടുതലുള്ള UPI പേയ്മെന്റുകൾക്ക് ഫീസ് ഈടാക്കുമെന്ന രീതിയിൽ പ്രചരിച്ചിരുന്ന വാർത്തകൾ വ്യാജമാണെന്ന് പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. സാധാരണ ഉപഭോക്താക്കൾക്കും ചെറുകിട വ്യാപാരികൾക്കും UPI സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരും. വൻകിട വ്യാപാരികളിൽ നിന്നും ഈടാക്കുന്ന മർച്ചന്റ് സർവീസ് ചാർജുകൾ ഉപഭോക്താക്കളുടെ മേൽ ചുമത്തില്ലെന്നും സാമ്പത്തിക അധികൃതർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം അന്വേഷണ ആവശ്യങ്ങൾക്കായി വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ പോലീസിന് അനുമതി നൽകുന്ന ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ ലോക്സഭ പാസാക്കിയിട്ടുണ്ട്. നിലവിൽ ഇതിനായി കോടതിയുടെ ഉത്തരവ് ആവശ്യമായിരുന്നെങ്കിൽ ഇനി മുതൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർക്കോ ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘത്തിനോ ബാങ്കുകളിൽ നിന്നും നേരിട്ട് വിവരങ്ങളും രേഖകളും സമാഹരിക്കാം. അന്വേഷണങ്ങൾ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമെങ്കിലും ഉപഭോക്താക്കളുടെ വ്യക്തിഗത സ്വകാര്യതയെയും സാമ്പത്തിക വിവരങ്ങളെയും ഇത് ബാധിച്ചേക്കാമെന്ന ആശങ്കകളും നിയമവിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരള സർക്കാരിന്റെയും സപ്ലൈകോയുടെയും വിപുലമായ ഓണം വിപണി ഇടപെടലുകളും പ്രത്യേക ആനുകൂല്യങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുവിപണിയിലെ കടുത്ത വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വൻ ആശ്വാസം പകരുക എന്ന ലക്ഷ്യത്തോടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ വിപണി ആനുകൂല്യങ്ങൾ ഓഗസ്റ്റ് 8 മുതൽ ഉത്രാടദിനമായ ഓഗസ്റ്റ് 25 വരെ സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ, മെട്രോ ഫെയറുകൾ, ജില്ലാ താലൂക്ക് തല ഓണച്ചന്തകൾ എന്നിവ വഴി വിതരണം ചെയ്യുന്നതാണ്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരുപോലെ പ്രാപ്യമാകുന്ന ഈ സപ്ലൈകോ കേന്ദ്രങ്ങളിലൂടെ 13 പ്രധാന നിത്യോപയോഗ സാധനങ്ങളാണ് വൻ വിലക്കുറവിൽ ലഭ്യമാകുന്നത്. പൊതുവിപണിയിൽ കിലോയ്ക്ക് 40 മുതൽ 50 രൂപ വരെ വിലയുള്ള ജയ അരി,
മട്ട, പച്ചരി എന്നിവ സപ്ലൈകോ വഴി വെറും 25 രൂപ നിരക്കിൽ സ്വന്തമാക്കാവുന്നതാണ്. കൂടാതെ വെളിച്ചെണ്ണ, ചെറുപയർ, ഉഴുന്ന്, കടല, വറ്റൽമുളക്, മല്ലി തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾക്കെല്ലാം 30 മുതൽ 50% വരെ സബ്സിഡി ഇളവുകളും പ്രമുഖ ബ്രാൻഡുകളുടെ മസാലപ്പൊടികൾ, പായസ മിക്സുകൾ, മറ്റ് പ്രോസസ്സിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 10 മുതൽ 30% വരെ അധിക വിലക്കിഴിവും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് പുറമെ റേഷൻ കടകൾ വഴിയുള്ള വിതരണത്തിനും ഇത്തവണ പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളുണ്ട്. AY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 16 ഇനങ്ങളടങ്ങിയ സൗജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ വിതരണം ചെയ്തു തുടങ്ങുമ്പോൾ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ സാധാരണ വിഹിതത്തിന് പുറമെ കുറഞ്ഞ നിരക്കിൽ 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും ഈ മാസം അധികമായി ലഭിക്കുന്നതാണ്. ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ എത്തുന്നവർ റേഷൻ കാർഡോ കാർഡ് നമ്പറോ നിർബന്ധമായും കൈവശം കരുതേണ്ടതാണെന്നും അവസാന ദിവസങ്ങളിലെ കടുത്ത തിരക്കൊഴിവാക്കാനായി ഓഗസ്റ്റ് 10-നും 20-നും ഇടയിലുള്ള ദിവസങ്ങളിൽ തന്നെ പർച്ചേസ് പൂർത്തിയാക്കുന്നത് സൗകര്യപ്രദമായിരിക്കുമെന്നും അറിയിപ്പിലുണ്ട്. ഒപ്പം എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ കിറ്റ് ലഭിക്കുമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ ലിങ്കുകളിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെടരുതെന്നും സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിച്ച് കൃത്യസമയത്ത് പർച്ചേസിംഗ് പൂർത്തിയാക്കി സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഭക്ഷ്യവകുപ്പ് അഭ്യർത്ഥിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മുൻ സർക്കാർ പ്രഖ്യാപിച്ച 2 പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികളിൽ ഒരെണ്ണം മാത്രമായിരിക്കും പുതിയ സർക്കാർ തുടർന്ന് നടപ്പിലാക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 വീതം സാമ്പത്തിക സഹായം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി തുടരാൻ തീരുമാനിച്ച സർക്കാർ ഇതിനായുള്ള ധനസഹായ വിതരണ നടപടികൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ മുൻഗണനാ റേഷൻ കാർഡുള്ള 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകൾക്കായി വിഭാവനം ചെയ്തിരുന്ന സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇതുവരെ അനുകൂലമായ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. മുൻപ് 2 ഗഡുക്കൾ വിതരണം ചെയ്തിരുന്ന ഈ പദ്ധതിയുടെ ഓണക്കാലത്തെ കുടിശ്ശിക തുക നൽകുന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തതും ഒപ്പം സേവന പോർട്ടൽ വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം നീക്കം ചെയ്തതും ഈ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. അതിനാൽ ഈ ആനുകൂല്യം ഇനി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും നിലവിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യം ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയ KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര മാത്രമാണെന്നും വ്യക്തമാക്കുന്നു. ഭാവിയിൽ പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അറിയിക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ സംവിധാനത്തിൽ നിർണായക പരിഷ്കാരവുമായി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരെ ബാധിക്കുന്ന ഈ തീരുമാനപ്രകാരം സഹകരണ ബാങ്കുകൾ വഴി തുക വീടുകളിൽ നേരിട്ട് എത്തിച്ചു നൽകിയിരുന്ന രീതി പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ഇനി മുതൽ വാണിജ്യ ബാങ്കുകളിലെ ആധാറുമായി ബന്ധിപ്പിച്ച അക്കൗണ്ടുകൾ വഴി മാത്രം തുക നേരിട്ട് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. പെൻഷൻ വിതരണം കൂടുതൽ സുതാര്യമാക്കാനും സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന അതേ ദിവസം തന്നെ ജനങ്ങളുടെ കൈകളിൽ എത്തിക്കാനുമാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുന്നതോടെ ക്യൂ നിൽക്കാതെ തന്നെ UPI അടക്കമുള്ള ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി തുക ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും കിടപ്പ് രോഗികളായ ആളുകൾക്ക് മുൻപത്തെ പോലെ തന്നെ വീട്ടിൽ നേരിട്ട് പണം എത്തിച്ചു നൽകുന്നതായിരിക്കും. ഇതുവരെ വീട്ടിൽ തുക കൈപ്പറ്റിയിരുന്ന 25 ലക്ഷത്തോളം ആളുകൾക്ക് ഇനി പുതുതായി ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കേണ്ടി വരുമെന്നതാണ് നിലവിലെ പ്രധാന പ്രായോഗിക വെല്ലുവിളി. വരുന്ന ഓണാഘോഷം പ്രമാണിച്ച് അടുത്ത മാസത്തെ തുക കൂടി ഉൾപ്പെടുത്തി 2 ഗഡു പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് 15ഓടെ വിതരണം തുടങ്ങാൻ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും പേരുടെ ബാങ്ക് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കൂടാതെ നിർമ്മാണ തൊഴിലാളി, പ്രവാസി ക്ഷേമനിധി ബോർഡുകളിലെ കുടിശ്ശികകൾ തീർക്കാനുള്ള തീരുമാനത്തിനൊപ്പം പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ ദിവസങ്ങളായുള്ള ചാഞ്ചാട്ടങ്ങൾക്ക് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നു. ഇന്നലെ ഓഗസ്റ്റ് 8-ാം തീയതി ശനിയാഴ്ച പവന് 800 രൂപ വർദ്ധിച്ചതോടെ വില 1,11,720 രൂപയും ഗ്രാമിന് 100 രൂപ ഉയർന്ന് 13,965 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.